ഹലോ ടിസ്. ഹായ്. വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി ടിസിനെ കണ്ടപ്പോൾ ഇന്ന്. എത്ര മാസം മുമ്പായിരിക്കും, മേ ബി ഒരു 5-6 months മുമ്പാണ് ടിസിൻ്റെ ഒരു റീല് കാണുന്നത്. ഈ കഷി, വൈ ഇസ് ദിസ് ഗായ് നോട്ട് ഇൻ സിനിമ എന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയി. എന്ത് രസമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും, ബിക്കോസ് ഭയങ്കര പോപ്പുലർ ആയത്. എന്തോരം വാച്ച് കിട്ടിയതായിരുന്നു അതിന്? അത് ഞങ്ങളുടെ പേജിൽ ഒരു 2 million പോയി, അല്ലാതെ വേറെ പല പേജിലും പോകുന്നുണ്ട്. പോരാ, തുടക്കം മുതൽ അവസാനം വരെ കുറച്ച് ലെങ്ത് ഉണ്ട് ആ റീലിന്. തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ പെർഫോമൻസ്. അത് കംപ്ലീറ്റ് ടിസ് ആണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. നൈസ് ആയിരുന്നു. നൈസ് നല്ല പറയേണ്ടത്. എനിക്ക് ഭയങ്കര മഴ പെയ്ത് ഇറങ്ങിയ പോലെ തോന്നും. മൊത്തം നല്ല ഒറ്റ സ്ട്രെച്ചിൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഡൗൺ ആയിട്ടില്ല, എല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് പോയൊരു സാധനം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടിസിന്റെ റീല് പറ്റുവാണെങ്കിൽ കാണണം. അപ്പം അതിനുശേഷം അതായിരുന്നു. അപ്പം യൂട്യൂബ് ചാനലുകളിലാണ് ആദ്യം ടിസ് വന്നിരുന്നത്. അതെ, ഞാൻ ശരിക്കും ആക്ച്വലി ടിക്ടോക്ക് വെച്ച് തുടങ്ങിയത്. ടിക്ടോക്കിലും ഇതുപോലെ അത്യാവശ്യം 2-3 വൈറലായ സമയത്താണ് ഇവരെന്നെ വിളിക്കുന്നത്, ഈ മല്ലു ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് ചാനലിൽ. ശരി. അങ്ങനെ അവരുടെ കൂടെ കൂടി, പിന്നെ അവരുടെ കൂടെ ഷോർട്ട് ഫിലിം, വെബ് സീരീസ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഇന്ന് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ, അതും മോഹൻലാൽ സത്യനന്ദിക്കാട് മൂവി, അതിൻ്റെ അകത്ത് ഒരു റോളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ ഹിറ്റായി. ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്നുള്ളത്. അത് ഇത്ര വലിയ രീതിയിൽ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് കഥകളും കേൾക്കണം. കാരണം ഇങ്ങനെയെന്ന് തുടങ്ങി, അതിനുശേഷം ടിക്ടോക്ക് ചെയ്ത ഒരാള് ഒരു യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുന്നു, അതിനുശേഷം നേരെ ഒരു മൂവിയിലേക്ക്. നേരെയല്ല, കുറച്ച് സമയം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് വേറെ പല പരിപാടികളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പരിപാടി? അതിനിടയിൽ കുറച്ച് ആഡ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ ഷോർട്ട് ഫിലിം അത്ര ശരിയാകാതെ വന്ന സമയത്ത് ഞാൻ വേറൊരു ജോലിക്ക് പോയി. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അവിടെ കോട്ടയത്ത് തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് മടുത്തത് നിർത്തിയിട്ട് പിന്നെ ഇവിടെ എറണാകുളത്ത് എഡിറ്റിംഗ് പഠിക്കാനായിട്ട് വന്നു, ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷേ അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലെ ഈ വർക്ക് കാര്യങ്ങൾ, പടം എല്ലാം വന്നത്. ഹൃദയപൂർവ്വത്തിലേക്കുള്ള എൻട്രിയുടെ സ്റ്റോറി എന്ന് പറ. അത് ഞാൻ മുന്നേയും കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കോയിൻസിഡന്റലായിട്ട് ഞാൻ അനൂപ് സത്തിനെ കണ്ടു ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച്, അനൂപേട്ടനെ. അപ്പം ഇതിനു മുന്നേയും അദ്ദേഹം ഈ റീല് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും തിരിച്ച് ഞങ്ങൾ മ്യൂച്വലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, അതിലൂടെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പം ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വെച്ച് അന്ന് കണ്ട് അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പം പരിചയപ്പെട്ടപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പറ്റിയ എന്തെങ്കിലും പരിപാടി അടുത്ത പടത്തിൽ കാണുമെന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയായിരുന്നു കാണത്തില്ല, പിന്നെ വെറുതെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിച്ചത്. അന്നേരം തന്നെ എന്നോട് തിരിച്ചു പറഞ്ഞു, ഒരു പരിപാടി ഉണ്ട്, നിനക്ക് ഓഡീഷൻ വരാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഡീഷൻ നടത്തി, ഒരു ഓൺലൈൻ പരിപാടി നടത്തി. അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ആയി, അങ്ങനെ പടത്തിൽ വന്നു. ഓക്കെ. ഓഡിഷൻ എന്തായിരുന്നു ചോദിച്ചത്? അതിൽ തന്നെയുള്ളൊരു സീൻ ചെയ്യാനായിട്ടായിരുന്നു. ഓക്കെ. ഞാൻ കണ്ട് റീലിലും ടിസ് ഒരു കോമഡി ജോണർ ആയിരുന്നു ചെയ്തിരുന്നത്, മൂവിയിലും ആ ഒരു ജോണറാണ്. എന്താണ്, കോമഡി ആണോ? അതാണോ ടിസിന്റെ പ്ലേസ് എന്ന് തോന്നുന്നുണ്ടോ? കോമഡി ചെയ്യാൻ ഇഷ്ടമാ. അങ്ങനത്തെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് അത് ചെയ്യുമ്പോൾ. അല്ലാതെയും എല്ലാ ക്യാരക്ടർ ആണേലും വില്ലൻ എല്ലാ ടൈപ്പും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ. കോമഡി എന്നതിനേക്കാൾ കൂടുതൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം, അത്തരം സാധനങ്ങളാണ് ലൈക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോലത്തെ, അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയല്ലേ ടിസിനുള്ളത്. അത് ആ സമയത്ത് വരുന്നു, അങ്ങനെ ചെയ്തു, അത്ര. ഓക്കെ. അപ്പൊ ടിസ് അപ്പൊ പറഞ്ഞു, വില്ലന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ക്യൂട്ട് ഫേസ് ഉള്ള ആൾക്കാര് വില്ലൻ റോളുകൾ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡായി വരുന്നുണ്ട്, ബേസിലിനൊക്കെ പോലെ. അതുപോലെ നാളെ ഞങ്ങള് ടിസിന് ഭയങ്കരമായ ഒരു വില്ലനെ പോലെ കാണേണ്ടി വരുമോ? ഒരു ക്യൂട്ട് വില്ലൻ ആവുമല്ലോ. കാരണം ഇപ്പം ശരിക്കും എന്താ പറയാ, വളരെ ജെന്റിലായിട്ടുള്ള ഒരാളെ പോലെയാണ് തോന്നുന്നത്. അതിപ്പോ എപ്പോഴും അങ്ങനെയാണോ, അതോ ഇപ്പൊ ഇത്തിരി ഒരു പൊടിക്ക് എളിമ കൂടിയിട്ടുണ്ട്? ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഇതുപോലൊക്കെ തന്നെ. മൂവി ഹിറ്റാന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ഫസ്റ്റ് മൂവിയാണ്. ഞാൻ അതിശയിച്ചു പോയി. ശരിക്കും ആദ്യത്തെ ദിവസം ഇത് കണ്ടപ്പോൾ തന്നെ ഇത്രയും ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതല്ല. നോക്കാം, ഷൂട്ട് ചെയ്ത സമയത്തും അഭിനയിക്കണമെന്നുണ്ട്, അഭിനയിച്ചു. ബാക്കി ഞാൻ ഇത് അത്ര ആലോചിച്ചില്ലായിരുന്നു. അതാണ് ടിസിന്റെ രീതി എന്ന് തോന്നുന്നത്. കാരണം ടിസ് അഭിനയിക്കുമ്പോൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാറില്ല. അതില്ല അല്ലേ? അത് എന്ത് കണ്ടാലും തോന്നുന്നു എനിക്ക് തെറ്റിപ്പോവും. ആണോ?
എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ സമയത്ത് ടേക്ക് ഒക്കെ ഒരുപാട് പോകേണ്ടിയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് ചില സീനുകളൊക്കെ. കോ ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സത്യൻ സാറാണേലും അനുപേട്ടനാണേലും എല്ലാരും നല്ല സപ്പോർട്ടീവ്. ലാൽ സാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്റെ കൂടുതൽ സീനുകളും അദ്ദേഹത്തിന്റെ ഒപ്പം. അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം ഇല്ലാത്തതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് എല്ലാ സീനുകളിലും ഉണ്ടായിരുന്നു. പലർക്കും ഈ സിനിമയിലേക്ക് കയറുമ്പോൾ ഒരു എസ്കലേഷൻ ഉണ്ട്. ഓരോരുത്തർ ഒരു പുതിയ ആൾക്കാർ, പുതിയ സ്റ്റാർസ് മാത്രമുള്ള പടങ്ങൾ, പിന്നെ അതിനുശേഷം പിന്നെ മോഹൻലാലിനെയും മമ്മൂട്ടിയുടെ ഒക്കെ കൂടെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നു. അങ്ങനെ കുറെ വർഷങ്ങളൊക്കെ പോവും. നേരെയാണ് ലാലേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തത്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എന്ത് ഫീൽ ചെയ്തു? എല്ലാം ഐ വോണ്ട് ടു നോ എവരിതിങ്. അത് ഒരു വലിയ ഭാഗ്യം തന്നെയായിരുന്നു. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ഇപ്പം എനിക്കറിയാവുന്ന ഈ സിനിമയിൽ തന്നെയുള്ള ആൾക്കാരാണെങ്കിലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ പല മീറ്റിങ്ങിനാണേലും ഫംഗ്ഷനിലാണേലും അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലൊരു റോളിൽ അഭിനയിക്കാൻ അവർക്കും ആഗ്രഹമുണ്ട്, അതങ്ങനെ സാധിച്ചിട്ടില്ല എന്ന്. അപ്പൊ ആദ്യമായിട്ട് ചെയ്തത് അത് വലിയൊരു കാര്യമാണെന്ന് എനിക്കും അങ്ങനെ തന്നെ. ഫസ്റ്റ് ടൈം മുമ്പിൽ നിന്നപ്പോ എന്ത് ഫീൽ ചെയ്ത്? എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇല്ലില്ല, അങ്ങനെ തെറ്റിയിട്ടില്ല, കുഴപ്പമൊന്നും വന്നില്ല. ഇല്ല, അങ്ങനെ എന്തോ ഭാഗ്യത്തിന് തെറ്റിയില്ല. എന്തോ ഭാഗ്യത്തിനൊന്നല്ല, യു ഹാവ് ഗ്രിപ്പ്, യു ഹാവ് കോൺഫിഡൻസ് അക്കാര്യത്തില്. ഞാനൊരു ആക്ടർ ആണെന്ന് അറിയാം ടെസ്സിന്, അല്ലേ? നൈസ്. എന്നിട്ട് അങ്ങനെ അധികം തെറ്റിയില്ല. പിന്നെ അദ്ദേഹം നല്ല സപ്പോർട്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ കൂടും, തമാശകൾ പറയും. അപ്പൊ ടിസിന്റെ അടുത്ത് കഫേലിരുന്ന് അനൂപ് സത്യം പറയുന്നു, മൂവി ഉണ്ട്, ഇതുണ്ട്, എല്ലാം പറയുന്നു. അതിനുശേഷമായിരിക്കുമല്ലോ എന്തായാലും അറിഞ്ഞത് സത്യൻ അന്തിക്കാട് സാറാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്, മോഹൻലാലാണ് എന്റെ ഹീറോ. ഇതൊക്കെ കേട്ടപ്പോ എന്താ തോന്നി? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും ഇത് ഈ സിനിമയാണെന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ ശരിക്കും ഞാൻ ചോദിച്ചത് അനൂപേട്ടനെ സ്വന്തം പ്രോജക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഒന്ന് ചോദിച്ചായിരുന്നു. അതിലെന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ. ഇവരെല്ലാരും ഡയറക്റ്റ് ചെയ്യാറുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇതുപോലെ സത്യൻ സാറിന്റെ പടമാണ്, ലാൽ സാറിന്റെ കൂടെയുള്ള റോളാണ് എന്നെല്ലാം പറയുന്നത്. ഇതിലേറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഈ ലെജൻസിന്റെ അടുത്ത് നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായോ? ഒരു സീൻ എനിക്ക് തന്നപ്പോൾ അതിനകത്ത് ലാൽ സാറിനാണ് ഡയലോഗ്. അപ്പൊ ഞാൻ സൈഡിൽ നിന്ന്, സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ഇങ്ങനെ ഫോൺ പിടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ എക്സ്പ്രഷൻ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് എക്സ്പ്രഷൻ ഇട്ടു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പം ടേക്ക് കഴിഞ്ഞ് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. സത്യൻ സാറിന് ആദ്യം ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് പ്ലേ ബാക്ക് കണ്ടപ്പം ലാൽ സാറിനും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. നമുക്ക് സത്യൻ അന്തിക്കാട് സാറിലേക്ക് വരാം. സാറിന്റെ ഒരുപാട് മൂവീസ് ടിസ് ആണെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? സാറിന്റെ ഒരു സ്കൂളായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ മോൾഡ് ചെയ്തിട്ടുണ്ടാവും ടിസിനെ. പ്രത്യേകിച്ച് ഒരു ന്യൂ ഫേസ് ആകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവും. ലാലേട്ടന്റെ കൂടെയുള്ള റോളാണ്. ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സാറ് ഭയങ്കര കൂളായിരുന്നു. പിന്നെ ഓരോ ഇതും തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വന്ന് ഓരോ ചെറിയ ഡീറ്റെയിൽ ആണേലും പറഞ്ഞു തരും. പറഞ്ഞു തന്ന് ഇത് ഈ രീതി പറയണം. അതുപോലെ അതിനകത്തൊരു പാട്ട് പാടുന്ന സീക്വൻസ് ഉണ്ട്. അപ്പം പാട്ട് അത് അദ്ദേഹം പറഞ്ഞു തന്നൊരു പാട്ടായിരുന്നു. അപ്പൊ ആ പാട്ട് ഈ രീതിയിൽ പാടണം എന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ രസമായിരുന്നു. ഓക്കെ. എപ്പോഴെങ്കിലും പേടി ഉണ്ടാകുന്ന മൊമെന്റ് ഒന്നും ഉണ്ടായില്ല? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ അത് വെച്ച് ബാക്കി ചെയ്യണമല്ലോ. അതെ, ചെയ്യാൻ വേണം, പേടി കൺട്രോൾ ചെയ്യണം. അപ്പം ഏത് ദിവസം എത്രാം ദിവസമായിരിക്കും കംപ്ലീറ്റ്ലി കൂളാണെന്ന് തോന്നിയിട്ടുണ്ടായോ? അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയും സമയം പോവല്ലേ, ഇപ്പൊ നമ്മൾ കാരണം അവരുടെ ഒരു സമയം പോയത്, അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ തെറ്റിപ്പോയില്ല ഒരുവിധം. ഏതാണ്ട് ടിസിന്റെ പോലെ തന്നെ ഒരു ജോണറാണ് സംഗീത് പ്രതാപ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുള്ള രീതിയിൽ കോമഡി നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന. നിങ്ങൾ രണ്ടുപേരും പോലെ തന്നെ പറയാൻ പറ്റത്തില്ല, പുള്ളി കുറച്ചുകൂടെ സീനിയർ ആണ്. സീനിയർ ബട്ട് എനിവേസ് ജോണർ, നിങ്ങൾ രണ്ടുപേരുടെ ഒരു സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. ഓക്കെ. ഹെൽത്തി കോമ്പറ്റീഷൻ, ഐ വാണ്ട് ടു ഡു ബെറ്റർ. ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ടിസ്
ഇപ്പോഴത്തെ ഗൈസിന്റെ ഒക്കെ മെയിൻ ക്രഷ് ചിക്കാണ് നമ്മുടെ മാളവിക മോഹൻ. എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിക്കാരി സ്വീറ്റ് ആയിരുന്നു. ക്രഷ് തോന്നിയില്ല? ക്രഷ് തോന്നിയില്ല. കുറച്ചുകൂടി ഒന്ന് ടെൻഷനൊക്കെ ഒന്ന് ഒഴിയട്ടെ, എന്നിട്ട് ക്രഷ് ചെയ്യാം. അതിനൊന്നുള്ള സമയം കിട്ടിയില്ല. അതെ, ഗുരുപൂജ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ക്രഷ്. മൊത്തത്തില് സെറ്റിൽ വെച്ച് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവര് എന്തെങ്കിലും അഭിപ്രായം പറയാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ചില സീനുകള് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അത് നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഷൂട്ടെല്ലാം നല്ല രസമായിരുന്നു പറഞ്ഞോ? ഇല്ല, അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞില്ല. കുറച്ചുകൂടി നന്നായിട്ടെന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടേ ഇല്ല. അത് ഇടയ്ക്ക് പറയുമല്ലോ. എല്ലാം ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്കും ബെറ്റർ ആക്കാൻ തോന്നുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നി? ഇപ്പൊ സ്ക്രീനിൽ കണ്ട് സിനിമ കണ്ടിട്ട് ഈ പോർഷൻ എനിക്ക് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയ പോലെ? അതിപ്പം നമുക്ക് ചെയ്യുമ്പോ നമുക്ക് സ്വയം തോന്നുമല്ലോ, ചില സാധനങ്ങൾ ഒത്തിട്ടില്ല, അത് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെ അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ തോന്നുമല്ലോ. തോന്നി. അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളതാ. എന്നാലും ഞാൻ ചോദിച്ചല്ലോ, ഫസ്റ്റ് മൂവി അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ടിസ് ഭയങ്കരമായിട്ട് ആക്ടിങ്ങിലേക്കാണ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞു? അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിപ്പം മുടി അവന് ഭയങ്കരമായിട്ട് വർക്കായൊരു സാധനമായിരുന്നു. അതും ബാക്കിയും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞ് മുടി കഴിഞ്ഞിട്ട് നിന്റെ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഈ പടമായിരിക്കും. അതെ, മുടി അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത്. മുടി എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതെ, നല്ലൊരു കണ്ടന്റ്, റൈറ്റ് കണ്ടന്റ് ആയിരുന്നു കിട്ടിയത്. അതെ, നല്ലൊരു ഇതായിരുന്നു. അതെ, ലാലേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നോ മുടി? ഇല്ല, എനിക്ക് അറിയത്തില്ല. കാണിച്ചു കൊടുക്കണ്ടേ? ഞാൻ കാണിച്ചില്ല. ടിസപ്പ് ഒരുപാട് കരിയറിൽ ഇങ്ങനെ എന്താ പറയാ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി, പിന്നെ യൂട്യൂബ് ചാനലിൽ ഭയങ്കരമായ ഇൻകം ഉണ്ടാക്കുന്ന ഒരു ഉള്ളൊരു ഏരിയകളല്ല അതൊന്നും, അല്ലെ? അപ്പം ഫാമിലി എങ്ങനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തു? ഈ ആക്ടിങ് ഇഷ്ടമുണ്ടായിരുന്നല്ലോ ഉറപ്പായിട്ടും. അപ്പം അതിനൊക്കെ ഫാമിലി സപ്പോർട്ടീവ് ആയിരുന്നോ? ഫാമിലി ആദ്യം അത്ര സപ്പോർട്ടീവ് അല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പയ്യെ ചെയ്ത് വന്നപ്പോ ഇവർക്കും ഈ സംഭവം, ഈ ചെയ്യുന്ന പരിപാടികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അന്നേരം കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും പറയുന്ന പോലെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്ക്, പിന്നെ വിദേശത്ത് പോകാൻ, അങ്ങനെ എല്ലാം പറയുമായിരുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇനിയിപ്പോ ഇതിപ്പോ പ്രൂവ് ചെയ്തല്ലോ, ഇപ്പൊ എന്ത് തോന്നണു? ഇപ്പൊ ഒരു അഭിമാനമൊക്കെ ഉണ്ട്. അവർക്കോ? അവർക്കും സന്തോഷം. അവരും എല്ലാരും പോയി പടം കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുമിച്ചാണോ പോയി കണ്ടത്? അല്ലല്ല, ഞാൻ ആദ്യം ഇവിടെ എറണാകുളത്തായിരുന്നു കണ്ടത്. സെപ്പറേറ്റ് ആണോ പോയി കണ്ടത്? സെപ്പറേറ്റ് കണ്ടത്. മകനെ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഒന്ന് കാണണ്ടായിരുന്നു അടുത്തിരുന്ന്? എന്ത് തോന്നി ഫുൾ സ്ക്രീനിൽ കണ്ടപ്പോ? ചെറിയ ഫോണിൽ നിന്ന് തുടങ്ങിയതാണ്, നേരെ ബിഗ് സ്ക്രീനിലേക്ക്. ഇടയ്ക്ക് ഒരു മിനി സ്ക്രീൻ ടിവിയിൽ പോലും വന്നില്ല, നേരെ ചാടി ബിഗ് സ്ക്രീനിലേക്ക് പോയി. എന്ത് തോന്നി കണ്ടപ്പോ? കൂടെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യം കണ്ട ഒരു അതിശയം ഉണ്ടായിരുന്നു, എന്റെ ഇത് കാണുന്നതിന്റെ ഒരു. വീട്ടുകാരെന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറഞ്ഞു? എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞ ഉടനെ? സജഷൻ ആയിട്ടൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത്, ആ ക്യാരക്ടറും. പിന്നെ പടം മൊത്തത്തിൽ അങ്ങനത്തെ ഫാമിലിക്ക് പറ്റുന്ന ഒരു പടമാണല്ലോ, അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ല, ഒരു ഫീൽ ഗുഡ് പടം. അപ്പൊ പടം ഇഷ്ടപ്പെട്ടു, അപ്പൊ ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എല്ലാരും ഹാപ്പി ആയിരുന്നു. ഫോൺ വിളിച്ച മൂവി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞോ അതോ നേരിട്ട് കണ്ടപ്പോഴാണോ പറഞ്ഞത്? ആദ്യം പപ്പയെ കണ്ടത്, പിന്നെയാണ് അമ്മയും അനിയത്തി എല്ലാരും പോയി കണ്ടത്. അപ്പൊ അമ്മ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പുറത്താ. അപ്പം അവധിക്ക് വന്നപ്പോഴാണ് കണ്ടത്. ടിസിന് അനിയത്തി ഉണ്ട് സ്വന്തം? ആയിരുന്നോ? ആയിരിക്കാം. അനിയത്തി അങ്ങനെ അഭിനയിക്കണോന്നുള്ള ആഗ്രഹം എന്നുള്ള ആളല്ല? അല്ലല്ല, അവള് നേഴ്സാ, അവള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവല്ലോ, മൊത്തത്തിൽ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ എല്ലായിടത്തും ഫാൻസ് ആയിട്ടുണ്ടാവും. നൈസ് നൈസ്. ഇനി എന്താണ് പ്ലാൻസ്? കോൾസ് ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ടാവല്ലോ ഓൾറെഡി? അത്യാവശ്യം ഇനി സിനിമ തന്നെ ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇതിലും ഹ്യൂജ് ആയ ഒരു ഇതിലേക്കാണ് പോണ്ടെന്നുള്ളൊരു പ്രഷറൊക്കെ ഉണ്ടോ? ലാലേട്ടൻ, സത്യനന്ദിക്കാട്, അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് എന്താ പറയാ, പുതിയ നല്ല പടങ്ങള് അതിൽ അസോസിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ 2-3 കോള് വന്നിട്ടുണ്ട്. തുടങ്ങാൻ കുറച്ച് ഡിലേ ഉണ്ട്. അത് അത്യാവശ്യം നല്ല പരിപാടികളാണ്. ഒന്നൊരു പുതിയ ആളുടെ. ടിസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാനുള്ളത് യുവർ കോൺഫിഡൻസ്. യു ആർ വെരി കോൺഫിഡൻറ്റ്. എവിടേക്കോ യു നോ എന്താണ് ടിസിന്റെ ഉള്ളിലുള്ളത്, എന്താണ് വേണ്ടതെന്ന് അറിയാം, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയലി നൈസ്.
വെരി നൈസ് ടോക്കിംഗ് ടു യു. Thank you. മൂവി ഭയങ്കര നല്ലൊരു തുടക്കമായിരുന്നു. ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ, പിന്നെ കയറി വരട്ടെ. കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് കയറിയാ പോരെ? മതി പയ്യെ മതി. ഞാനിപ്പോ നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എനിക്കൊന്ന് ഫ്രെയിം കണ്ടപ്പോൾ തന്നെ ഏകദേശം കുറെ മലയാളികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. യാ, ഇപ്പൊ ശരിക്കും മനസ്സിലായി, ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ഒരുപാട് മലയാളി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഫോർട്ട് കൊച്ചിയുടെ മൂവി ലൊക്കേഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ അങ്ങ് അലഞ്ഞു തിരിയാം. എന്താ, സെറ്റല്ലേ? Come on, let's go. എത്ര നേരം ഒരു ജ്യൂസിന് പറഞ്ഞിട്ട്. ഇവിടെ കറക്റ്റ് സമയത്തൊരു ജ്യൂസ് കിട്ടണമെങ്കിൽ MLA യുടെ ശുപാർശക്കത്ത് വരെ വേണം. സംഭവം മനസ്സിലായോ? നമ്മുടെ അമർ അക്ബർ അന്തോണിയിലെ അടിപൊളി ഹിറ്റ് ചളു ഡയലോഗാണത്. സിനിമ മനസ്സിലായില്ലേ? നാദൃശിക്കയുടെ ഫസ്റ്റ് ഡയറക്ഷനിലെ മൂവി. ഒരു കുലുക്കി സർവത്ത് പറഞ്ഞിട്ട് എത്ര നേരമായി താരാമ്പായി. എന്തൊരു മുടിഞ്ഞ തിരക്കട ഇപ്പൊ ഇവിടെ. തിരക്കാണെന്നാ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു സർബത്ത് കിട്ടിയതേ MLA യുടെ ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. എന്ത് ചെയ്യുന്ന കോമഡിയാണ്? കൊള്ളൂല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഈ പാട ഇത് എവിടെ പോയി കിടക്കണ? ഇനി ഞാൻ പറയാൻ ഇനി ഏതെങ്കിലും പെൺപിള്ളേർ അപ്പന്മാര് തല്ലി കൊന്നാ സോറിട്ടാ. എന്ത് നേരത്തെ പറഞ്ഞ കോമഡിയെ കിട്ടും. എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു സർബത്ത് കിട്ടിയതേ മന്ത്രിയുടെ ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. എന്ത് ഊള കോമഡിയാടാ. MLA മാറ്റി മന്ത്രിയാക്കിയാണല്ലോ. വന്നപ്പോ തൊട്ട് സഹിക്കണ നിങ്ങളുടെയൊക്കെ റേഞ്ചിന് പറ്റിയൊരു കോമഡി പറഞ്ഞതേ ഉള്ളൂ. എത്ര നേരമായി ചേട്ടാ? ചേട്ടാ, ഇവിടെ ഒരു ജ്യൂസ് കിട്ടണമെങ്കിൽ MLA യുടെ ശുപാർശക്കത്ത് വേണമല്ലോ. അത് ചുമ്മാ വെറും ചുമ്മാ. എന്നാലും ചേട്ടാ, ഇത്ര നേരമായിട്ട് ജ്യൂസ് ഇല്ലേ ഇവിടെ? ജ്യൂസ് ഐസ്ക്രീം കട വന്നാലും ജ്യൂസ് കഴിക്കുമോ മോളെ? ചേട്ടൻ അമർ അക്ബർ അന്തോണിയുടെ ഫാനാന്ന് തോന്നുന്നു. ചേട്ടന് കൗണ്ടർ അടിച്ചു തുടങ്ങി. ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ കുറച്ച് വിശേഷങ്ങളൊക്കെ. ചേട്ടൻ ഇവിടെ ആ ഷൂട്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര കൊല്ലം മുമ്പായിരുന്നു എക്സാക്ട്ലി? 10 കൊല്ലം അല്ലേ? 10 കൊല്ലം കഴിഞ്ഞു. 10 years. Decade man, nice. 10 years ആയി. അപ്പൊ ചേട്ടൻ നല്ല ചെറുപ്പക്കാരനായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോഴും ചേട്ടൻ ചെറുപ്പക്കാരനാ. ചേട്ടൻ കണ്ടായിരുന്നു അവരാരെങ്കിലും? പിന്നെ അതുകൊണ്ടല്ലേ ചേട്ടൻ ഞങ്ങൾ തെരഞ്ഞെടുത്തേ ഇതിനു വേണ്ടിട്ട്. ചേട്ടന്റെ അനുഭവം പറ, കണ്ടായിരുന്നു അവരൊക്കെ? അതൊക്കെ പോട്ടെ, സാർ എത്ര നേരം എവിടെയായിരുന്നു? എടാ, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. ആ ഗ്രൗണ്ട് സിഗ്നലില്ലേ, അതിന്റെ അടുത്ത് കേബിൾ കുഴിയിൽ ഒരു ചേച്ചി വീണ്. ഒറ്റ തിരിഞ്ഞു നോക്കാണ്ടായില്ല. എന്നിട്ട് ഞാൻ ആ ചേച്ചി ഒരു ഓട്ടോ എടുത്ത് ആശുപത്രി കൊണ്ടാക്കി ബ്ലഡും കൊടുത്തിട്ടാണ് വരണത്. എത്ര വയസ്സുണ്ടായി ചേച്ചിക്ക്? ഒരു 40-45. ചേച്ചിക്കല്ല, ചേച്ചിയുടെ പുത്രിക്ക്. ചോദിച്ചില്ല, ഒരു 17 ഉണ്ടാവും. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കടാ. അതാണ്. എടാ, മറ്റേ സാധനത്തിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇത് MLA യുടേത്, ഇത് മന്ത്രിയുടെ. അപ്പൊ എനിക്ക് വല്ല MP യുടെ ശുപാർശക്കത്തോട്ട് വാബായി. ഈ തിരക്കിന്റെ ഇടയിലാണ് ഊള തമാശയായിട്ട് വന്ന് ഫുഡ് കിട്ടും. നമ്മുടെ സിനിമയിൽ പ്രണയം വരുമ്പോഴാണെങ്കിലും വിരഹം വരുമ്പോഴാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ സ്പോട്ട് ഫോർട്ട് കൊച്ചിയിലുണ്ട്. അത് ആ സ്പോട്ടാണ്. ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചാർലി, ഗ്രാൻഡ് മാസ്റ്റർ, പ്രണയം, അങ്ങനെ ഒരുപാട് സീനുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടോ? അവരെനിക്ക് തോന്നുന്ന ഒരു ചെറിയ പ്രപ്പോസലിന്റെ വക്കിലാണെന്ന് തോന്നുന്നു. Where are you from? US. US. Okay. How long will you be here? As long as possible. You like that India also? Oh yeah, of course. Really nice? It's beautiful. Where are And you, from? sir? I'm from Chennai. You're from Chennai. Friends. ഒരു സായിപ്പ് നേരെ അങ്ങോട്ട് വന്നു കയറി വേടിക്കെട്ട് ഇംഗ്ലീഷിന് നമ്മളോട് വഴി ചോദിക്കുകയാണ്. നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ലോലിപോപ്പ് എന്ന സിനിമയിൽ ഭയങ്കര ലെജൻഡറി ആയിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ മലയാളികൾ മൊത്തം ചിരിച്ചൊരു സീനാണ്. ആ സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്.
ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് സൈഡിലുള്ള ഈ 2 ബോയിലേഴ്സ്, ഇത് ഫോർട്ട് കൊച്ചിയുടെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ്. ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയുടെ ഐഡന്റിറ്റി ആയിട്ട് തന്നെ കാണിക്കാനായിട്ടായിരിക്കും പാട്ട് സീനിലും ഒക്കെ ഈ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റീമേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ വാതിൽ ഇതിനു മുമ്പ് ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഇത് അടഞ്ഞത് നമ്മുടെ ബിലാലിക്കയുടെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞത് തന്നത് പിടികിട്ടിയല്ലോ. ബിഗ് ബിയിലെ നമ്മുടെ മേരി ടീച്ചറിൻ്റെ വീടായിട്ട് കാണിച്ച ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഒരു റിസോർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും കണ്ടപ്പോൾ നമ്മുടെ ബിഗ് ബി എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആവേശമാണല്ലോ. അതിൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ലൊക്കേഷനുകളെക്കാളും ഒരു ചെറിയൊരു ആവേശം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മലയാളത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മൂവിയായിരുന്നു ബിഗ് ബി. ബിഗ് ബിയിലൂടെ നമുക്ക് മലയാളികൾക്ക് കിട്ടിയത് ഒരു ഗംഭീര സംവിധായകനെ കൂടിയാണ്. അറിയാലോ, അമൽ നീരദ്. എനിക്ക് തോന്നുന്നു അമൽ നീരദിൻ്റെ ഒട്ടുമിക്ക മൂവികളുടെയും ലൊക്കേഷൻസ് ഈ ഫോർട്ട് കൊച്ചി ബേസിസിലായിരിക്കും. മട്ടാഞ്ചേരിയിലും ജൂ സ്ട്രീറ്റിലും എവിടെയൊക്കെ ആയിട്ട് അല്ലേ. ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഒരു കുതിരപ്പുറത്ത് തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ റൈഡ് ചെയ്ത് വരണമെന്നാണ് വിചാരിച്ചത്. എന്താ കത്തിയില്ലേ? നമ്മുടെ ഗിരിരാജൻ കോഴി പ്രേമത്തിൽ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന കുതിരപ്പുറത്ത് ആ കഫേയാണ് ആ കഫേ.